السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മക്കളെ, ഓണപരീക്ഷയുടെ മുമ്പായിക്കൊണ്ട് ആദ്യത്തെ 2 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്യവും നദ്ഖുലു ഇലാ വഹ്ദത്തിൻ ജദീദ. ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഒരു പുതിയ യൂണിറ്റിലേക്കാണ് അല്ലേ. വഹാദിഹി ഹിയ വഹദത്തു സാലിസ. എത്രാമത്തെ യൂണിറ്റാണിത്? വഹദ സാലിസയാണ്. 3ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നോക്കൂ, മാ ഉൻവാനു ഹാദിഹിൽ വഹദ. എന്താണ് ഈ യൂണിറ്റിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്? മസ്മു ഹാദിഹിൽ വഹദ. എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര്? അസ്വിഹത്തു വന്നലോഫത്ത് എന്നാണ് അല്ലേ. അസ്വിഹത്തു വന്നലോഫ. മാന സ്വിഹ. എന്താണ് സ്വിഹത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് മാത? ആരോഗ്യം എന്നാണ്. നലോഫത്ത് വൃത്തി. ആരോഗ്യവും വൃത്തിയും എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 2 പാഠഭാഗങ്ങളാണ് വരുന്നത്. അല്ലവൽ എന്താണ്? ഒരു മസ്രഹിയാണ് അല്ലേ. ഒന്നാമത്തേതൊരു മസ്രഹിയാണ്, ഒരു നാടകം. മസ്രഹിയ എന്ന് പറഞ്ഞാൽ നാടകം. എന്താണ് ആ ഒരു നാടകത്തിൻ്റെ പേര്? തവക്കഫു അർജൂക്കും എന്ന് പറയുന്നൊരു നാടകവും അതോടൊപ്പം തന്നെ ബിഅത്തുൻ സലീമ എന്ന് പറയുന്ന ഒരു മൻളൂം, ഒരു കവിതയും കൂടെയാണ്, ഒരു പാട്ടും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചർ ഇവിടെ 2 ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. എന്താണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്? ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒരു നദിയുടെ അടുത്തായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു വേസ്റ്റുകളുമൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പുഴയിൽ അല്ലെ, ഒരു നദിയിൽ എന്താണ് ധാരാളം മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത്. അത് ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മക്കളെ, സാധാരണയായിക്കൊണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചെയ്യാറ്? അലക്ഷ്യമായിക്കൊണ്ട് വലിച്ചെറിയാറാണ് സാധാരണ ചെയ്യാറ് അല്ലേ. നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ നമുക്കും നമ്മുടെ പ്രകൃതിക്കും വളരെയധികം ദോഷം വരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, സാധാരണ ഒരു പാർക്കിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു മൂലയിൽ ഇങ്ങനെ ഡസ്റ്റ്ബിൻ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, വേസ്റ്റ് ബാസ്ക്കറ്റ്. എന്നാലോ അതിന് ചുറ്റും നമുക്ക് എന്താണ് ധാരാളം വേസ്റ്റുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കാണാൻ പറ്റും. ആളുകൾ എന്താണ് സാധാരണ ചെയ്യാറ്? ഡസ്റ്റ്ബിൻ ഉപയോഗിക്കാതെ അതിന് ചുറ്റും എന്താണ് വേസ്റ്റ് ഉപേക്ഷിച്ച് പോവാറാണ് സാധാരണ ചെയ്യാറ്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ മക്കളെ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത് അല്ലേ. ഇനി വരും തലമുറകൾക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നമുക്കാണുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ പാഠഭാഗം എന്തിനെക്കുറിച്ചാണ് എന്നല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ ഒരു 1ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അവിടെ നമുക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നുലാഹിലു വനു അബ്ബിറു. ആ ഒരു ചിത്രം നോക്കിയിട്ട് അവിടെ എന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഒരു ചിത്രത്തിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കാം. അവിടെ എന്താണ്? ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു ഡസ്റ്റ്ബിൻ കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താണ്? മാലിന്യങ്ങൾ കൊണ്ട്, വേസ്റ്റുകൾ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഡസ്റ്റ്ബിൻ എന്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ലേ, വളരെ സങ്കടപ്പെട്ടുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. എന്തായിരിക്കും അത് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം അല്ലേ. എന്തായിരിക്കും? ദയവായി നിർത്തൂ എന്നായിരിക്കും അല്ലേ. നിങ്ങൾ നിർത്തൂ എന്നായിരിക്കും പറയുന്നത്. നോക്കൂ, നമുക്കതൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം. എന്താണ് വേസ്റ്റ് ബാസ്ക്കറ്റിന് അറബിയിൽ പറയുന്നത്? സല്ലത്തുൽ മുഹ്മലാത്ത് എന്നാണ് പറയാം. മത സല്ലത്തുൽ മുഹ്മലാത്ത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് പറയാം. എന്താണ്? ഹുനാക സല്ലത്തുൽ മുഹ്മലാത്ത്. അവിടെ എന്തുണ്ട്? ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അസല്ലത്തുൽ മുഹ്മലാത്തു. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് അതെന്താണ്? മംലൂ അച്ചുൻ. നിറക്കപ്പെട്ടിട്ടുള്ളതാണ്. ബിൽ ഫലലാത്ത്. എന്ത്? വേസ്റ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ബിന്നുഫായാത്ത്. വേസ്റ്റുകൾ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുള്ളതാണ്. മവാദുൽ പ്ലാസ്റ്റിക്കിയ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുമൊക്കെ എന്താണ്? നിറക്കപ്പെട്ടിട്ടുള്ളതാണ്. വതഖൂലു ഹസീനത്തൻ. അവൾ അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദുഃഖിതയായിക്കൊണ്ട് പറയുന്നുണ്ട്. തവക്കഫു അർജൂക്കും. ദയവായി നിങ്ങൾ നിർത്തൂ. എന്താണ്? തവക്കഫു അർജൂക്കും. ദയവായി നിങ്ങൾ നിർത്തൂ എന്ന് പറയുന്നുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യുക? നോട്ട് പുസ്തകത്തിലേക്ക് വൃത്തിയായിക്കൊണ്ട് പറ്റുമെങ്കിൽ ചിത്രമൊക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് സെൻറ്റൻസുകൾ എഴുതാൻ നോക്കുക.
ഇനിയാണ് നമ്മൾ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഒന്നാമത്തെ പാഠം ഏതാണ് എന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പാഠം ഒരു മസ്രഹിയാണ് അല്ലെ, ഒരു നാടകമാണ്, ഒരു ഡ്രാമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്മുഹാദിഹിൽ മസ്രഹിയ, എന്താണ് ഈ നാടകത്തിൻ്റെ പേര്? മത തവക്കഫു അർജൂക്കും എന്നാണ് അല്ലേ. തവക്കഫു അർജൂക്കും മമാനാഹദ, എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം വരുന്നത്? തവക്കഫു അർജൂക്കും, തവക്കഫു നിങ്ങൾ നിർത്തൂ അല്ലെ, സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ്. അർജൂക്കും ദയവായി നിങ്ങൾ നിർത്തൂ എന്നാണ് കേട്ടോ. ദയവായി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ, ദയവായി നിങ്ങൾ നിർത്തൂ എന്നാണ് നമ്മുടെ നാടകത്തിൻ്റെ പേര്. നാടകമാകുമ്പോൾ അതിൽ ആര് വേണം? കഥാപാത്രങ്ങൾ വേണം അല്ലേ. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഷഖ്സിയാത്തുൽ മസ്രഹിയ, ഈ നാടകത്തിലെ ക്യാരക്ടേഴ്സുകൾ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ്. ഒന്നാമത്തേത് സയ്യാദു സമഖ്, ഒരു മീൻപിടുത്തക്കാരനാണ്. റജുലുൻ ഉംറുഹു ഖംസൂന ആമൻ, അദ്ദേഹം 50 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. റജുലുൻ ഉംറുഹു, അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണ്? ഖംസൂന ആമൻ, 50 വയസ്സാണ്. സിയ്യുഹു, അദ്ദേഹം ധരിച്ചിട്ടുള്ള വസ്ത്രം എന്താണ്? ഇസാറുൻ വ കമീസുൻ, ഒരു മുണ്ടും ഒരു ഷർട്ടുമാണ്, ഒരു തുണിയും ഷർട്ടുമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. പിന്നെ കാണുന്നത് അഷജറ, ഒരു മരമാണ് നമ്മുടെ അടുത്ത് ക്യാരക്ടറായിട്ട് വരുന്നത്. മരമായിട്ട് വരുന്നത് ആരാണ്? വലതുൻ ഫി സൂറത്തു ഷജറ, ഒരു മരത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. വലതുൻ ഒരു കുട്ടിയാണ്, ഫി സൂറത്തു ഷജറ ഒരു മരത്തിൻ്റെ രൂപത്തിൽ. പിന്നെ വരുന്നത് ആദില്, അതുപോലെ തന്നെ അമല്, ലീന, ഈ 3 വിദ്യാർത്ഥികളാണ്. തുല്ലാബുൻ ഫിസ്സാബ്യ, നിങ്ങളെപ്പോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സുകളായിട്ടോ. ഇനി നമുക്ക് നമ്മുടെ നാടകത്തിലേക്ക് കടക്കാം. അൽ മഷ്ഹദുൽ അവൽ, മഷ്ഹദുൽ അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രംഗം അല്ലെ, സീൻ 1 ആണ് ഒന്നാമത്തെ രംഗം. ആ ഒരു സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അവിടെ ഇങ്ങനെ 3 വിദ്യാർത്ഥികൾ കുറേ മാലിന്യങ്ങൾ കൊണ്ട് അല്ലെ, വേസ്റ്റുകൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായിരിക്കും അവർ പറയുന്നത്? താഴെ നോക്കൂ. എർത്തഫ്യോ സിതാറോ, കർട്ടൻ ഉയരുന്നു അല്ലെ. എർത്തഫ്യോ സിതാറോ, കർട്ടൻ ഉയരുന്നു. അലൽ മസ്രഹി, അങ്ങനെ കർട്ടൻ ഉയർന്ന സമയത്ത് ആ ഒരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? മൽഅബുൻ, ഒരു കളിസ്ഥലമാണ് കാണാൻ പറ്റുന്നത്. മൽഅബ് ഗ്രൗണ്ട്, കളിസ്ഥലമാണ് കേട്ടോ. യഅതി സലാസത്തു ഔലാദിൽ ലിൽഅബി, യഅതി അങ്ങോട്ട് വരുന്നുണ്ട്, ആ ഒരു കളിസ്ഥലത്തേക്ക് വരുന്നുണ്ട്. സലാസത്തു ഔലാദിൽ ലിൽഅബി, 3 കുട്ടികൾ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. യഅതി വരുന്നു, സലാസത്തു ഔലാദിൻ 3 കുട്ടികളെ, ലിൽഅബി എന്തിനു വേണ്ടിയിട്ടാണ്? കളിക്കാൻ വേണ്ടിയിട്ട്. അൽ മൽഅബു എന്നാൽ ആ ഒരു കളിസ്ഥലമാകട്ടെ, മലീഉൻ നിറക്കപ്പെട്ടിട്ടുള്ളതാണ്, ബിന്നുഫായാത്തി വേസ്റ്റുകൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. ഇതാണ് നമുക്ക് കർട്ടൻ ഉയരുന്ന സമയത്ത് ആ ഒരു സീനിൽ കാണാൻ പറ്റുന്നത്. ഇതെല്ലാം കണ്ട സമയത്ത് ആദിൽ പറയാണ്, യാ ഇലാഹി മാ അഷ്നാ ഹാദിഹിൽ ഖാലൂറ കുഊസുഷായ് വസുഹൂനുൻ വറഖിയ വബഖായത്തു വനുഫായാത്തുൻ ഹുനാ വഹുനാക്. എന്താണ് പറയുന്നത്? യാ ഇലാഹി അല്ലേ, എൻ്റെ ഇലാഹേ, എൻ്റെ ദൈവമേ, മാ അഷ്നാ ഹാദിഹിൽ ഖാലൂറ, മാ അഷ്നാ എത്ര മോശമാണ്, എത്ര വൃത്തികെട്ടതാണ് എന്നാണ് കേട്ടോ. മാ അഷ്നാ എന്ന് പറഞ്ഞാൽ എത്ര ഹീനമാണ് അല്ലെങ്കിൽ എത്ര വൃത്തികെട്ടതാണ്. ഹാദിഹിൽ ഖാലൂറ, ഖാലൂറ എന്ന് പറഞ്ഞാൽ മാലിന്യം, വേസ്റ്റ് എന്നാണ് അർത്ഥം. ഈ മാലിന്യങ്ങൾ എത്ര വൃത്തികെട്ട മാലിന്യങ്ങളാണ് ഇത് എന്നാണ് പറയുന്നത്. കുഊസുഷായ്, ചായയുടെ കപ്പുകൾ, കുഊസുഷായ് ചായയുടെ ഗ്ലാസ്സുകളും ചായയുടെ കപ്പുകൾ, വസുഹൂനുൻ വറഖിയ അതുപോലെ തന്നെ പേപ്പർ പ്ലേറ്റുകൾ, വബഖായ ത്വാം, സുഹൂൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ആണ്, വറഖിയ എന്ന് പറഞ്ഞാൽ പേപ്പർ പ്ലേറ്റുകൾ, വബഖായ ത്വാം, ബഖായ എന്ന് പറഞ്ഞാൽ വേസ്റ്റുകളാണ് കേട്ടോ. ത്വാം ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, വനുഫായാച്ചുൻ മറ്റു മാലിന്യങ്ങളും, ഹുനാ വഹുനാക്ക് ഇവിടെയും അവിടെയുമൊക്കെ ആയിക്കൊണ്ട് ധാരാളം മാലിന്യങ്ങളുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ആ സമയത്ത് അമൽ പറയാണ്, കാനമൽ അബുന നളീഫൻ, കാനമൽ അബുന നമ്മുടെ ഒരു കളിസ്ഥലമായിരുന്നു, കാന ആയിരുന്നു, മൽ അബുന നമ്മുടെ കളിസ്ഥലമായിരുന്നു, നളീഫൻ വൃത്തിയുള്ളതായിരുന്നു.
അപ്പോൾ ലീന പറയാണ് തൊബാൻ അതെ. മൻ അൽഖ ഹാദിഹിൽ ഖാലൂറാത്തി ഹുന. മൻ അൽഖ ആരാണ് ഇട്ട് കളഞ്ഞത്, ഹാദിഹിൽ ഖാലൂറാത്ത് ഈ മാലിന്യങ്ങൾ, ഹുന ഇവിടെ ആരാണ് ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കളഞ്ഞത് എന്നാണ് ലീന ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദിൽ പറയാണ് വ അസഫ എന്ത് ദുഃഖകരമാണ്. വ അസഫ എന്ന് പറഞ്ഞാൽ എത്ര ദുഃഖകരമാണ്. മാ ഹാദിഹിൽ അഫ്ല എന്ത് അശ്രദ്ധമാണിത് എന്നാണ്. മാ ഹാദിഹിൽ അഫ്ല എന്ത് അശ്രദ്ധമാണിത്, അല്ലെങ്കിൽ എത്ര അശ്രദ്ധമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് ആദിൽ പറയുന്നത്. അപ്പോൾ അമൽ ചോദിക്കുകയാണ് കൈഫനൽ അബ് ബൈന ഹാദിഹിൻ നുഫായാത്ത്. കൈഫനൽ അബ് എങ്ങനെയാണ് നമ്മൾ കളിക്കുക, ബൈന ഹാദിഹിൻ നുഫായാത്ത് ഈ ഒരു വേസ്റ്റുകൾക്കിടയിൽ, ഈ ഒരു മാലിന്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ കളിക്കുക എന്നാണ് അമൽ ചോദിക്കുന്നത്. അപ്പോൾ ലീന പറയാണ് തആലൗ നിങ്ങൾ വരൂ, യാ അസ്ഫിഖാഇ അല്ലയോ പ്രിയ കൂട്ടുകാരാ, അല്ലയോ എൻ്റെ കൂട്ടുകാരാ നിങ്ങൾ വരൂ. സനതനാവലു ജമീഅൻ നമുക്ക് എല്ലാവർക്കും പരസ്പരം സഹായിക്കാം. സനതആവനു നമുക്ക് സഹായിക്കാം. ജമീഅൻ ഒന്നിച്ച് ഫീ തൻളീഫിൽ മൽഅബ് എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു കളിസ്ഥലം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം സഹകരിക്കാം, പരസ്പരം സഹായിക്കാം എന്നാണ് അല്ലേ. നമുക്ക് ഒന്നിച്ചെന്ത് ചെയ്യാം, ഇവിടെ വൃത്തിയാക്കാമെന്നാണ് ലീന പറയുന്നത് കേട്ടോ. അങ്ങനെ യഖ്റുജൂന അനിൽ മസ്റഹി അവർ ആ ഒരു സ്റ്റേജിൽ നിന്നും പോവുകയാണ് അല്ലേ. വയദ്ഖുലൂന എന്നിട്ട് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. ബി അക്കിയാസിൻ കീസുകൾ കൊണ്ട് എന്നാണ്, കവറുകൾ കൊണ്ട് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. വയജ്മഊന എന്നിട്ട് അവരെന്ത് ചെയ്യുവാൻ തുടങ്ങി, ശേഖരിക്കുവാൻ തുടങ്ങി. എന്താണ് അന്നുഫായാജ് ആ ഒരു വേസ്റ്റുകളൊക്കെ തന്നെ അവർ ശേഖരിക്കുവാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ അമൽ പറയാണ് മുഷീറൻ ഇലൽ അക്കിയാസ് ആ ഒരു കീസിലേക്ക് ചൂണ്ടിക്കൊണ്ട്, മുഷീറൻ ചൂണ്ടിക്കൊണ്ട്, ഇലൽ അക്കിയാസി ആ ഒരു കീസിലേക്ക്. ഖദ് ജമഅന അന്നുഫായാത്ത് വൽ ആൻ മാദാ നഫ്അലു ബിഹാ. ഖദ് ജമഅന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ശേഖരിച്ചിട്ടുണ്ട് അല്ലേ, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അന്നുഫായാത്ത് വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കവറിലേക്ക് കൂട്ടിയിട്ടുണ്ട്. വൽ ആൻ ഇപ്പോൾ, മാദാ നഫ്അലു ബിഹാ എന്താണ് നമ്മൾ ഇത് ചെയ്യുക എന്നാണ്. മാദാ നഫ്അൽ നമ്മൾ എന്ത് ചെയ്യും, ബിഹ അതും കൊണ്ട്, ഈ ഒരു കൂട്ടിവെച്ചിട്ടുള്ള വേസ്റ്റുകൾ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് അമൽ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ലീന അവൾ എന്താണ് ലദയ്യ ഫിക്ര അവളിങ്ങനെ പറയുകയാണ്, ലദയ്യ ഫിക്ര എൻ്റെ അടുക്കലൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ചിന്തയുണ്ട്. നുഹയ്യഖുഹ നമുക്കതിനെ കത്തിച്ച് കളയാമെന്നാണ്. നുഹയ്യഖുഹ നമുക്കതിനെ കത്തിച്ച് കളയാം. ഹൽ തുവാഫിഖൂൻ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ലീന ചോദിക്കുന്നത്. നമുക്ക് ഈ മാലിന്യങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞാലോ, നിങ്ങളെന്താണ് പറയുന്നത്, നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്, ലീന ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പറയാണ് നാം മുവാഫിഖൂൻ ഹയ്യാ നുഹയ്യിഖ്. നാം അതെ, മുവാഫിഖൂൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനോട് യോജിക്കുന്നു. ഹയ്യാ നുഹയ്യിഖ് വരൂ നമുക്കത് കത്തിച്ച് കളയാമെന്നാണ് കേട്ടോ. എന്താണ് ലീന പറഞ്ഞ അഭിപ്രായം, ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് ഒന്നിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് കളയാമെന്നാണ്. അപ്പോൾ അതിലെന്ത് പറഞ്ഞു, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു, വരൂ നമുക്കത് കത്തിച്ച് കളയാമെന്നാണ് പറയുന്നത്. ഇനി അതിന് താഴെയായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൽ തുവാഫിഖൂന അലാ ഹർക്കിൻ നുഫായാത്ത് ഈ മാലിന്യങ്ങളൊക്കെ കത്തിച്ച് കളയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. ഹൽ തുവാഫിഖൂൻ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഇല്ല അല്ലേ, ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. കാരണം ഇത്തരം വസ്തുക്കളൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വിഷപ്പുക അതെന്താണ്, നമുക്കും നമ്മുടെ പ്രകൃതിക്കും വളരെയധികം ദോഷം വരുത്തുന്നതാണ് അല്ലേ. ഇനി നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു അൻഷിത. അതിനുശേഷം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ബാക്കി നോക്കാം. നോക്കൂ, ആ ഒരു ആക്ടിവിറ്റി നോക്കൂ. നുലാഹിദു സുവറ വനുഅല്ലിഖു അലൈഹ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ വീക്ഷിച്ചിട്ട് അവിടെ എന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം പറയാണ് വേണ്ടത്, നിങ്ങൾ എഴുതാണ് വേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ ആ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, ഒരു നദി അല്ലെ ഒരു പുഴ, അതിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും മറ്റും മലിനമാക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കത് എങ്ങനെ എഴുതി നോക്കാം. എന്താണ് നദി അല്ലെങ്കിൽ പുഴ എന്നുള്ളതിന് പറയാം നെഹർ എന്നാണ് പറയുക അല്ലേ. അന്നെഹ്റു മുലവ്വിസുൻ പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നുള്ളതിന് മവാദുൽ പ്ലാസ്റ്റിക്കിയ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമുക്കെങ്ങനെ പറയാം, അന്നെഹ്റു മുലവ്വിസുൻ ബിൽ മവാദുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ കണ്ട് പുഴ അല്ലെങ്കിൽ നദി മലിനമാക്കപ്പെട്ടിരിക്കുന്നു.
രണ്ടാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് അൽ മുത്തനസ്സഹു മലി ബിൻ നുഫായാറ്റി. മുത്തനസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർക്കാണ് അല്ലേ. ഒരു പാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മലി അത് നിറക്കപ്പെട്ടിട്ടുണ്ട് ബിൻ നുഫായാത്തി വേസ്റ്റുകൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ. റോഡിൽ നിറയെ മാലിന്യങ്ങൾ ഇട്ടിട്ടുള്ളതാണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പം നമുക്കത് എങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് പറയാം? റോഡ് എന്നുള്ളതിന് എന്താണ് പറയുക? അഷാരി എന്നാണ് പറയുക. അഷാരി ഓ മുലവ്വിസുൻ ബിൻ നുഫായാത്തി. അഷാരി ഓ മുലവ്വിസുൻ റോഡ് മലിനമാക്കപ്പെട്ടിരിക്കുന്നു, ബിൻ നുഫായാത്തി വേസ്റ്റുകൾ കൊണ്ടും, വസ്സുജാജാത്തുൽ പ്ലാസ്റ്റിക്കിയ അവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കാണാൻ പറ്റും. എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പറയുക? സുജാജാത്തുൽ പ്ലാസ്റ്റിക്കിയ എന്നാണ് പറയുക കേട്ടോ. അപ്പം നമുക്കെങ്ങനെ സെൻറ്റൻസ് ആക്കി പറയാം? അഷാരി ഓ മുലവ്വിസുൻ ബിൻ നുഫായാത്തി വസ്സുജാജാത്തുൽ പ്ലാസ്റ്റിക്കിയ എന്നാണ് പറയേണ്ടത്. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ ബാക്കി നോക്കാം. അങ്ങനെ ഇവർ 3 പേരും കൂടെ ആ ഒരു മാലിന്യങ്ങളൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവരൊരു ശബ്ദം കേൾക്കുകയാണ്. അൽ ഔലാദു യസ്മഊന സൗതൻ. ആ ഒരു കുട്ടികളെ യസ്മഊന അവർ കേൾക്കുന്നു, സൗതൻ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് കേൾക്കുന്നത്? തവക്കഫു അർജൂക്കും തവക്കഫു അല്ലെ, ദയവായി നിങ്ങൾ നിർത്തൂ, ദയവായി നിങ്ങൾ നിർത്തൂ എന്നുള്ളൊരു ശബ്ദമാണ് അവർ കേൾക്കുന്നത്. എവിടെ നിന്നായിരിക്കും ആ ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ ആദിൽ ചോദിക്കുകയാണ്, മഹാദ സൗത്ത്, എന്താണ് ആ ശബ്ദം? മൻ ഇസ്രഹു ഹാക്കദ, ആരാണിങ്ങനെ അട്ടഹസിക്കുന്നത്? ഇസ്രഹു എന്ന് പറഞ്ഞാൽ ഉറക്ക ശബ്ദമുണ്ടാക്കുക, അട്ടഹസിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ആരാണിങ്ങനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്? എന്താണ് ഈ ശബ്ദം എന്നാണ് ആര് ചോദിക്കുന്നത്? ആദിൽ ചോദിക്കുന്നത്. ആ സമയത്ത് തദ്ഖുലു ഷജറതു ഇലൽ മസ്റഹി. തദ്ഖുലു ഷജറതു ഒരു മരം ഇങ്ങനെ കടന്നു വരുന്നു, ഇലൽ മസ്റഹി ആ ഒരു സ്റ്റേജിലേക്ക് അല്ലെ, ആ ഒരു രംഗത്തിലേക്ക് ഒരു മരം ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ആ ഒരു മരത്തെ കണ്ട സമയത്ത് അൽ ജമീഅ എല്ലാവരും കൂടെ ഒന്നിച്ച് ചോദിക്കുകയാണ്, അൻറ്റി അയ്യത്തുഹ ഷജറ, നീയാണോ ആ ഒരു ശബ്ദമുണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. നീയാണോ, ഈ ഒരു മരമാണോ ആ ഒരു ശബ്ദമുണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അഷജറ മരം പറയാണ്, അർജൂക്കും ലാ തുഹരിഖു അന്നുഫായാത്ത്, ദയവായി നിങ്ങൾ എന്താണ്, ലാ തുഹരിഖു നിങ്ങൾ കത്തിച്ച് കളയരുത്, അന്നുഫായാത്ത് വേസ്റ്റുകൾ നിങ്ങൾ കത്തിച്ച് കളയരുത്, വലാത്തദുഫിനൂഹ വലാത്തദുഫിനൂഹ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് കുഴിച്ചിടുകയും ചെയ്യരുത്. ദഫന എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക എന്നാണ് കേട്ടോ. നിങ്ങളത് കുഴിച്ചു മൂടുകയും ചെയ്യരുത്. ആയുളൻ വീണ്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു മാലിന്യങ്ങളെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് കുഴിച്ചു മൂടുകയോ ചെയ്യരുത് എന്നാണ് ആര് പറയുന്നത്? ആ ഒരു ഷജറ പറയുന്നത് അല്ലേ. ഇത് കേട്ടപ്പോൾ അമൽ ചോദിക്കുകയാണ്, വലിമല എന്തുകൊണ്ടാണ് വേസ്റ്റുകൾ കത്തിക്കുവാനോ കുഴിച്ചു മൂടുവാനോ പാടില്ലാത്തത്? അപ്പോൾ മരം പറയുന്നത് എന്താണ്? തഹ്രീഖു നുഫായാത്തി മവാദുൽ പ്ലാസ്റ്റിക്കിയ യളുറുന ജമീഅൻ വദഫ്നുഹ ഇഫ്സിദുൽ അർൾ. തഹ്രീഖു നുഫായാത്ത് തഹ്രീഖു കത്തിച്ച് കളയൽ, നുഫായാത്ത് വേസ്റ്റുകളെ, അൽ മവാദുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വേസ്റ്റുകളെ കത്തിച്ച് കളയുന്നത്, യളുറു നമുക്ക് ഉപദ്രവകരമാണ് എന്നാണ്. എതുറു എന്ന് പറഞ്ഞാൽ ഉപദ്രവകരമാണ്. ആർക്ക്? നമുക്ക് എതുറുന ജമീഅൻ നമുക്ക് എല്ലാവർക്കും ഉപദ്രവകരമാണ്. വദഫ്നുഹ അത് കുഴിച്ചു മൂടുന്നത്, ഇഫ്സിദുൽ അർൾ നമ്മുടെ ഭൂമിക്ക് ദോഷവുമാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ലീന പറയാണ്, യാ ഇലാഹി എൻ്റെ ദൈവമേ, ഖദ് അഹ്മൽനാ ഹാദാ ലൻ നുഹരിഖ അബദ. ഖദ് അഹ്മൽനാ ഹാദാ തീർച്ചയായിട്ടും ഞങ്ങളത് അവഗണിച്ച് കളഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അശ്രദ്ധമായി പോയല്ലോ. ലൻ നുഹരിഖ അബദ ലൻ നുഹരിഖ ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, അത് കത്തിച്ച് കളയുകയില്ല എന്നാണ് കേട്ടോ. ലൻ നുഹരിഖ അബദ ഞങ്ങൾ ഒരിക്കലും ഇനി അത് കത്തിച്ച് കളയുകയില്ല. അങ്ങനെ ഇത് കേട്ടപ്പോൾ മരം പറയാണ്, അഷ്ജറ ശുക്രൻ ലക്കും യാ അസ്തിഖാഹി അൻതും ത്വയ്യിബൂൻ മഅസ്സലാമ. ശുക്രൻ ലക്കും യാ അസ്തിഖാഹി പ്രിയപ്പെട്ട കൂട്ടുകാരാ, എൻ്റെ കൂട്ടുകാരാ നിങ്ങൾക്ക് നന്ദി എന്നാണ് അല്ലേ. അൻതും ത്വയ്യിബൂൻ നിങ്ങൾ ആരാണ്? നല്ല കുട്ടികളാണ്. മഅസ്സലാമ അങ്ങനെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ആരവിടെ നിന്ന് പോകുന്നുണ്ട്? മരം ആ ഒരു രംഗത്തിൽ നിന്നും പോവുകയാണ്. ആ സമയത്ത് അൽ ജമീഅ എല്ലാ വിദ്യാർത്ഥികളും കൂടിയിട്ട് ഫി അമാനില്ല എന്ന് തിരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമുക്കവിടെ പിന്നെ കാണാൻ പറ്റുന്നത് എന്താണ്? തഈബു ഷജറത്തു അനിൽ മസ്റഹി. തഈബു ഷജറത്തു ആ ഒരു മരം അപ്രത്യക്ഷമാകുന്നു. അനിൽ മസ്റഹി ആ ഒരു രംഗത്തിൽ നിന്ന്, ആ ഒരു സ്റ്റേജിൽ നിന്നും മരം അപ്രത്യക്ഷമാകുന്നതാണ് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ ആദിൽ ചോദിക്കുകയാണ്, വൽ ആൻ മാദാ സനഫ്അൽ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? വൽ ആൻ ഇപ്പോൾ മാദാ സനഫ്അൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ആദിൽ ചോദിക്കുന്നത്. അപ്പോൾ അമൽ പറയാണ്, ഹാദിഹി മുഷ്കിലത്തുൻ ഖതീറ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഹാദിഹി ഇത് മുഷ്കിലത്തുൻ ഒരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നമാണ്. ഖതീറത്തുൻ അപകടകരമായിട്ടുള്ള എന്നാണ് കേട്ടോ. കൈഫ നഹ്ലുഹ എങ്ങനെയാണ് നമ്മളത് പരിഹരിക്കുക? കൈഫ എങ്ങനെ, നഹ്ലുഹ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ പരിഹരിക്കുക എന്നാണ് അമൽ ചോദിക്കുന്നത്. ഇത് കേട്ട സമയത്ത് ലീന പറയാണ്, ലദയ്യ ഫിക്ര എൻ്റെ അടുക്കലൊരു ചിന്തയുണ്ട്, എൻ്റെ അടുക്കലൊരു ഐഡിയ ഉണ്ട്. നർമീഹ ഇലൻ നെഹർ നമുക്കതെന്ത് ചെയ്താലോ? നർമീഹ നമുക്കതിനെ എറിയാം. ഇലൻ നെഹ്രി എങ്ങോട്ട്? നദിയിലേക്ക്, പുഴയിലേക്ക് എറിയാമെന്നാണ് പറയുന്നത്. അൽ ജമിയ ഇത് കേട്ട സമയത്ത് അവരെല്ലാവരും കൂടെ പറയാണ്, നാം അതെ, ഫിക്റത്തുൻ റായിഅ നല്ലൊരു ചിന്തയാണ്. ഫിക്റത്തുൻ റായിഅ എന്ന് പറഞ്ഞാൽ ആ നല്ലൊരു ചിന്തയാണ്, നല്ലൊരു ഐഡിയ ആണ് എന്നാണ് അവർ പറയുന്നത്. ഹയ്യ നർമീഹ വരൂ നമുക്കെന്ത് ചെയ്യാം? അത് എറിയാമെന്നാണ്. ഹയ്യ ഇലൽ അമൽ നമ്മുടെ ആ ഒരു പ്രവൃത്തിയിലേക്ക്, നമ്മുടെ ആ ഒരു ജോലിയിലേക്ക് എല്ലാവരും വരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് യഖ്റുജൂന അവർ പോകുന്നു, അവർ പുറപ്പെടുന്നു. മുനൽ മസ്റഹി ആ ഒരു രംഗത്തിൽ നിന്ന്, ആ ഒരു സ്റ്റേജിൽ നിന്ന്, ബിൽ അക്കിയാസി ആ ഒരു കീസുകൾ എടുത്തുകൊണ്ട് അവർ ആ ഒരു രംഗത്തിൽ നിന്ന്, ആ ഒരു സ്റ്റേജിൽ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി താഴെയായിട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ലിമാദ മനഅതു ഷജറതു മിൻ തഹ്രീഖിൻ നുഫായാത്ത്. ലിമാദ എന്തുകൊണ്ടാണ് മനഅതു ഷജറതു ആ ഒരു മരം തടയുന്നത്? മിൻ തഹ്രീഖിൻ നുഫായാത്ത് ആ ഒരു വേസ്റ്റുകൾ കത്തിച്ച് കളയുന്നതിനെ എന്തിനാണ് മരം തടയുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് അവ കത്തിച്ച് കളയുന്നത്? മനുഷ്യർക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ഉപദ്രവകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം? തഹ്രീഖുൻ നുഫായാത്തി മുളിറുൻ ലിൽ ഇൻസാനി വത്തൊബിഅത്തി. തഹ്രീഖുൻ നുഫായാത്ത് വേസ്റ്റുകൾ കത്തിക്കുന്നത് മുളിറുൻ ഉപദ്രവകരമായിട്ടുള്ള കാര്യമാണ്. ലിൽ ഇൻസാനി മനുഷ്യനും വത്തൊബിഅത്തി പ്രകൃതിക്കും എന്നാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാടകത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇന്നെടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.